കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാട്ടിനെ ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ഇളനീർ വെപ്പ്. മലബാറിലെ തീയ സമുദായക്കാർക്കാണ് കൊട്ടിയൂർ ഉത്സവത്തിന് ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം. ചുണ്ടിൽ ഓംകാര മന്ത്രവുമായി ഇളനീർ കാവുകളുമായി വ്രതശുദ്ധിയോടെ കൊട്ടിയൂർ ലക്ഷ്യമാക്കി ഭക്തർ പുറപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ നാനാദിക്കുകളിൽ ഭക്തർ കൊട്ടിയൂരിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇളനീർ കാവുകളിലുമായി പോകാൻ തയ്യാറെടുക്കുന്ന ഭക്തർ മയ്യഴി പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും കൂട്ടുപുഴയ്ക്കും മധ്യേയുള്ള ഇളനീർ മഠങ്ങളിൽ താമസിച്ച് വ്രതശുദ്ധിയോടെ വേണം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തേണ്ടത്. ഇത്തരം ഇളനീർ മഠങ്ങളെ കഞ്ഞിപ്പുരകൾ എന്നറിയപ്പെടുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നീരാട്ടം കഴിഞ്ഞ നാൾ മുതൽ ഇളനീർ വ്രതക്കാർ കഞ്ഞിപ്പുരകളിലും കഞ്ഞിപ്പുരകളിൽ കയറിയാൽ ഭക്ഷണത്തിലും വസ്ത്രധാരണ രീതികളിലും ജീവിതചര്യകളിലും വലിയ മാറ്റമാണ്. ഭക്ഷണരീതിയിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഇളനീർ കാവിന് വ്രതമെടുക്കുന്നതിന് കുളുത്തുമാറ്റുക, അതായത് അതുവരെ രാവിലെ ഉപയോഗിച്ചിരുന്ന പഴങ്കഞ്ഞി ഉപേക്ഷിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഒരു പേര് കൂടി പ്രചാരത്തിലുണ്ട്. കഞ്ഞിപ്പുരയിൽ വെള്ളമുണ്ടും തോർത്തും മാത്രമാണ് വേഷം. കഞ്ഞിപ്പുരയിൽ 3 നേരത്തെ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഇളനീർ വ്രതക്കാർ തന്നെയാണ്. ഉച്ചക്ക് കഞ്ഞിയും ചക്കയും ചെറുപയറും ചേർത്ത പുഴുക്കും രാത്രിയിൽ ചോറും പച്ചക്കറിയും എന്ന രീതിയിലാണ് ഭക്ഷണം. ഉച്ചക്കുള്ള കഞ്ഞി വാഴത്തട കൊണ്ടുണ്ടാക്കിയ ചെറിയ തട പോലെ വളച്ചുവെച്ച് ഈർക്കിൽ കൊണ്ട് കോർത്ത് അതിനു മുകളിൽ വാഴയില കൂട്ടി വെച്ചതിൽ ഒഴിച്ചാണ് കുടിക്കുക. കഞ്ഞി കുടിക്കാൻ സ്പൂണിന് പകരം പ്ലാവില കോട്ടി സ്പൂൺ പോലെയാക്കി കോരി കുടിക്കണം. വ്രതക്കാർ ഭക്ഷണം കഴിഞ്ഞാൽ കഞ്ഞിപ്പുരകളിൽ എത്തിയവർക്കെല്ലാം കഞ്ഞി കൊടുക്കും. അടുത്ത കാലത്തായി രാവിലെ ചായയും കഞ്ഞിപ്പുരകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ തവണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഓങ്കാരം നാദം മുഴക്കണം. കഞ്ഞിപ്പുരകളിൽ നേർച്ചയായി അരി, പച്ചക്കറികൾ, വെളിച്ചെണ്ണ എന്നിവ പലരും നൽകും. ഇതിന് ശേഷം തദ്ദേശീയരായ പലരും കഞ്ഞി കുടിച്ചേ തിരിച്ചു പോകാറുള്ളൂ. കഞ്ഞിപ്പുരകളിൽ വന്ന് കഞ്ഞി കുടിക്കുന്നത് പുണ്യമായാണ് കരുതുന്നത്. നെയ്യാട്ടത്തിന് വ്രതമെടുത്തവർ നെയ്ക്കിണ്ടിയുമായി കൊട്ടിയൂരിലെത്തി നെയ്യാട്ടം കഴിഞ്ഞാൽ നെയ്യാട്ടക്കാർ ഓങ്കാരം മന്ത്രധ്വനി മുഴക്കുന്നത് നിർത്തും. തുടർന്ന് ഇളനീർ വ്രതക്കാർ ഓങ്കാരം മന്ത്രധ്വനി ഏറ്റെടുക്കും. തണ്ടയാന്മാരാണ് ഇളനീർ വ്രതക്കാർക്ക് ഓങ്കാരം പകർന്നു നൽകുന്നത്. ഇത് ഏതെങ്കിലും തോട്ടിൻകരയിലോ പുഴക്കരയിലോ വെച്ചാകണമെന്നാണ് വ്യവസ്ഥ. വണ്ണാത്തി നനച്ചു കൊടുത്ത മാറ്റെടുത്ത ശേഷം വെള്ളത്തിലിറങ്ങി കുളിക്കണം. പിന്നീട് തണ്ടയാൻ സൂര്യനു നേരെ തിരിഞ്ഞ് നിന്ന് ഓംകാര മന്ത്രം പകർന്നു നൽകുന്നു. ഇങ്ങനെ മന്ത്രദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇളനീർ വെപ്പ് വരെ ഓംകാരം മുഴക്കിക്കൊണ്ടിരിക്കണം. അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന ഇളനീർ കാവുകൾ കഞ്ഞിപ്പുരകളിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. കാവിനുള്ള വഴിയായി എഴുത്തോല പനയുടെയും മറ്റും പനമ്പട്ടം മുറിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. ഒരു കാവിൽ 2 ഭാഗത്തുമായി 6 ഇളനീർ കാവുകളുണ്ടാകും. തെങ്ങിന്റെ ഓലയുടെ മുകളിൽ നിന്നും പൊളിച്ചെടുക്കുന്ന പാന്തം തീയിൽ വാട്ടിയെടുത്താണ് കാവ് കെട്ടാനുള്ള നാരുണ്ടാക്കുന്നത്. കാവിന്റെ പകുതി ഭാഗം ചുമരിലും പകുതി ഭാഗം നെഞ്ചിന് ഹൃദയത്തോടും ചേർന്ന് നിൽക്കണം. ഹൃദയത്തോട് ചേർന്ന കാവും ഓംകാര മന്ത്രവുമാകുമ്പോൾ
ആത്മീയ തേജസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. കിരാതമൂർത്തിയുടെ അകമണിയുണ്ടെന്ന വിശ്വാസത്തോടെ കതിരൂർ തിരുവട്ടിക്കാവിൽ നിന്നും എണ്ണയും ഇളനീരുമായി വാദ്യഘോഷങ്ങളോടെ ഒരു സംഘം പുറപ്പെടുന്നു. തിരുവട്ടി തണ്ടയാനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇളനീർ വെപ്പ് ദിവസം മന്തഞ്ചേരിയിലെത്തുന്ന ഇളനീർ വധക്കാർ ഇളനീർ വെപ്പിനുള്ള മുഹൂർത്തം കാത്തിരിക്കും. മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ ഇളനീർ കാവോട് കൂടി ബാവലിയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് കുതിക്കും. തിരുവഞ്ചിറയുടെ കിഴക്കേ നടയിൽ വിരിച്ച തട്ടും ഓളയിലുമാണ് ഇളനീർ കാവുകൾ സമർപ്പിക്കുക. കണ്ണൂർ, കോഴിക്കോട്, മാഹി ജില്ലകളിൽ നിന്നായി 121ഓളം ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂർ പെരുമാളുകൾക്ക് ഇളനീർ കാവുകൾ എത്തിക്കുന്നത്. അതിൽ പ്രധാന ഇളനീർ മഠമാണ് സാക്ഷാൽ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഇളനീർ മഠം. കൊട്ടിയൂർ പെരുമാളിന്റെ കോപം ശമിപ്പിക്കാൻ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ പൊന്മക്കളായ ഇളനീർ വധക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. കഠിന വ്രതത്തിനു ശേഷം ഭഗവാനെ ശാന്തരൂപനാക്കാനുള്ള ഇളനീർ കാവുകൾ ഇന്ന് തിരുവഞ്ചിറയിൽ വ്രതക്കാർ പെരുമാളിന് സമർപ്പിച്ചു. കൊട്ടിയൂർ പെരുമാളിന്റെ കുഞ്ഞീശ്വരന്മാരാണ് ഇളനീർ വധക്കാർ. നീരിലും നെയ്യിലും പാലിലും വളഭത്തിലും അഭിഷേകം ചെയ്തിട്ടും നിലയ്ക്കാത്ത ഭഗവാന്റെ കോപം ശമിപ്പിച്ച് ശാന്തഭാവത്തിലാക്കിയത് ഈ ഇളനീരുകൾ അഭിഷേകം ചെയ്താണ്.